all, welcome to Masters Academy. Today we are going to study our chemistry third chapter, that is redox reactions and the rate of chemical reactions. നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ പുതിയ വീഡിയോസ് ഇടുമ്പോഴുള്ള നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായിട്ട് ബെൽ ഐക്കണും മറക്കാതെ പ്രസ് ചെയ്യുക. Our first topic is law of conservation of mass. നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് law of conservation of mass ആണ്. ഈ law പഠിക്കുന്നതിന് മുമ്പ് നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. Let's take an example. The formation of water. നിങ്ങൾക്കറിയാം വാട്ടർ ഫോം ചെയ്യണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ വേണം? നമുക്കറിയാം ഹൈഡ്രജനും ഓക്സിജനും കമ്പൈൻ ചെയ്തിട്ടാണ് എന്ത് ഫോം ചെയ്യുന്നത്? വാട്ടർ ഫോം ചെയ്യുന്നത് അല്ലേ? Then what are reactants and products? നിങ്ങൾക്കറിയോ റിയാക്ടൻസും പ്രൊഡക്ട്സും എന്താണ്? നമുക്കറിയാവുന്ന കാര്യമാണ്. The substances which take part in chemical reaction. കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുന്ന ആൾക്കാരെ നമ്മൾ എന്ത് പറയും? റിയാക്ടൻസ് എന്ന് പറയും. And the substance formed as a result of chemical reaction. കെമിക്കൽ റിയാക്ഷന്റെ ഫലമായിട്ട് എന്ത് സബ്സ്റ്റൻസ് ആണോ ഉണ്ടായത് അതിനെ നമ്മൾ എന്തെന്നും പറയും? പ്രൊഡക്റ്റ് എന്നും പറയും. അപ്പം നമുക്കറിയാം വാട്ടർ ഫോർമേഷനിലെ റിയാക്ടൻസ് എന്തൊക്കെയാണ്? ഹൈഡ്രജനും അതുപോലെ ഓക്സിജനും കമ്പൈൻ ചെയ്തിട്ടാണ് എന്തുണ്ടാവുന്നത്? വാട്ടർ ഉണ്ടാവുന്നത്. H2 ആണ് വാട്ടറിന്റെ കെമിക്കൽ ഫോർമുല. നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഹൈഡ്രജന്റെ മാസ് എന്ന് പറയുന്നത് എന്താണ്? 1 ഗ്രാം ആണല്ലോ. അതുപോലെ ഓക്സിജന്റെ മാസ് എന്ന് പറയുന്നത് 16 ഗ്രാം ആണ്. അങ്ങനെയാണെങ്കിൽ രണ്ട് സിറ്റുവേഷനിലെ വാട്ടറിന്റെ ഫോർമേഷൻ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് സിറ്റുവേഷൻ നോക്കിക്കേ. ഫസ്റ്റ് സിറ്റുവേഷനിൽ H2O ഫോർമേഷൻ, അതായത് ഒരു മോളിക്യൂൾ വാട്ടർ ഫോം ചെയ്യുന്ന സിറ്റുവേഷൻ ആണ്. ഇവിടെ നോക്കിക്കേ, ഹൈഡ്രജൻ എത്രയുണ്ട്? 2 എണ്ണം ഉണ്ട്. അപ്പം 1 into 2, അപ്പൊ 2 ഗ്രാം പ്ലസ് എന്ത് വരും? ഓക്സിജന്റെ വെയിറ്റ് എത്രയാണ്? മാസ് എത്രയാണ്? 16 ഗ്രാം ആണ്. നോക്കിക്കേ 16. അപ്പൊ ടോട്ടൽ മാസ് ഓഫ് റിയാക്ടൻസ് പറയുന്നത് എന്താണ്? 18 ഗ്രാം നമുക്ക് കിട്ടി. ഹൈഡ്രജന്റെ 2 ഗ്രാം പ്ലസ് ഓക്സിജന്റെ 16 ഗ്രാം, സോ ടോട്ടൽ 18 ഗ്രാം. ദെൻ മാസ് ഓഫ് പ്രോഡക്റ്റ്. പ്രോഡക്റ്റിന്റെ മാസ് നോക്കിക്കേ, H2 ആണ് നമ്മുടെ എന്തുള്ളത്? പ്രോഡക്റ്റ്. ഇപ്പൊ H2Oയിൽ എന്താണ്? 2 ഹൈഡ്രജൻ ഉണ്ട്. അപ്പൊ എന്താണ്? 2 പ്ലസ് 2 ഒരു ഓക്സിജൻ ഉണ്ട്, 16. അതും നമുക്ക് എന്ത് തന്നെ കിട്ടി? 18 ഗ്രാം എന്ന് തന്നെ കിട്ടി. അതായത് ഹൈഡ്രജനും ഓക്സിജനും കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? 18 ഗ്രാം എന്ന് കിട്ടി. അതായത് റിയാക്ടൻസ് സൈഡിലും പ്രോഡക്റ്റ് സൈഡിലും ടോട്ടൽ മാസ് നമുക്ക് എത്രയാണ് കിട്ടിയത്? 18 ഗ്രാം ആണ് കിട്ടിയത്. അതായത് ഒരു പ്രോഡക്റ്റ് ഉണ്ടായി കഴിയുമ്പോൾ, അതായത് ഒരു കെമിക്കൽ റിയാക്ഷന്റെ ഫലമായിട്ട് റിയാക്ടൻസ് പ്രോഡക്റ്റ് ആയിട്ട് മാറുമ്പം എന്തിൽ ചേഞ്ച് ഒന്നും സംഭവിക്കുന്നില്ല? മാസിൽ ചേഞ്ച് ഒന്നും സംഭവിക്കുന്നില്ല. ടോട്ടൽ മാസ് ഓഫ് റിയാക്ടൻസും ടോട്ടൽ മാസ് ഓഫ് പ്രോഡക്ട്സും എന്താണ്? സെയിം ആണ്. നമുക്കൊരു എക്സാമ്പിൾ ഒന്നും കൂടി നോക്കാം. 2H2O ഉണ്ടാവുന്ന സിറ്റുവേഷൻ. അപ്പൊ അവിടെ എന്താണ്? 4 ഗ്രാം ഹൈഡ്രജൻ ഉണ്ട്. അതുപോലെ എത്ര ഗ്രാം ഉണ്ട്? 2 ഓക്സിജൻ ആറ്റം ഉള്ളതുകൊണ്ട് 2 into 16 വരും അല്ലേ? അപ്പൊ 32 ഗ്രാം വരും. 32 ഗ്രാം ഓഫ് ഓക്സിജനും കൂടി കമ്പൈൻ ചെയ്തുമ്പോൾ ടോട്ടൽ എത്ര കിട്ടി? 36 ഗ്രാം കിട്ടി. ഇനി നോക്കിക്കേ, 2H2 ആണ്. അപ്പൊ 2 into 2 4 ഗ്രാം ഉണ്ട് ഹൈഡ്രജൻ പ്ലസ് എന്താണ്? 2 ഓക്സിജൻ ഉണ്ട്. അപ്പം 2 into 16, അതും എന്തെന്നെ കിട്ടി നമുക്ക്? 36 ഗ്രാം തന്നെ കിട്ടി. അതായത് രണ്ടാമത്തെ സിറ്റുവേഷനിലും എന്താണ്? മാസ് ഓഫ് റിയാക്ടൻസ് ഇസ് ഈക്വൽ ടു മാസ് ഓഫ് പ്രോഡക്ട്സ് ആണ്. ടോട്ടൽ മാസ് എപ്പോഴും എന്താണ്? സെയിം ആണ്. അതായത് ഒരു രാസപ്രവർത്തനം നടന്നാൽ എന്ത് സംഭവിക്കുന്നില്ല? മാസിൽ ഒരു ചേഞ്ച് സംഭവിക്കുന്നില്ല. അതായത് ടോട്ടൽ മാസ് ഓഫ് റിയാക്ടൻസ് വിൽ ബി ഈക്വൽ ടു ടോട്ടൽ മാസ് ഓഫ് പ്രോഡക്ട്സ് ആണ്. ദീസ് ലോ ഈസ് നോൺ ആസ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. ഈ ലോനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? മാസ് സംരക്ഷണ നിയമം അല്ലെങ്കിൽ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. നോക്കിക്കേ, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസിന്റെ സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന്? അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇൻ എ കെമിക്കൽ റിയാക്ഷൻ മാസ് ഈസ് നെയ്തർ ക്രിയേറ്റഡ് നോർ ഡെസ്ട്രോയിഡ്. ദിസ് ഈസ് ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. അതായത് നമ്മൾ എന്താണ്? വാട്ടറിന്റെ ഫോർമേഷൻ കണ്ടല്ലോ. വാട്ടറിന്റെ ഫോർമേഷനിൽ ഹൈഡ്രജനും ഓക്സിജനും കൂടി കമ്പൈൻ ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന സെയിം മാസ് തന്നെയാണ് എന്ത്? വാട്ടർ മോളിക്യൂൾ ഫോം ചെയ്തപ്പോഴും ഉണ്ടായിരുന്നത്. അതായത് ആ കെമിക്കൽ റിയാക്ഷന്റെ ഫലമായിട്ട് എന്തുണ്ടായിട്ടില്ല? ഉണ്ടായിരുന്ന മാസിനെ നമുക്ക് എന്താക്കാൻ പറ്റിയിട്ടില്ല? ഡെസ്ട്രോയ് ചെയ്യാൻ പറ്റിയിട്ടുമില്ല. പുതിയ മാസിനെ ക്രിയേറ്റ് ചെയ്യാനും പറ്റിയിട്ടില്ല. ദാറ്റ് ഈസ് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ മാസ് ഈസ് നെയ്തർ ക്രിയേറ്റഡ്. മാസ് പുതിയതായിട്ട് ഉണ്ടായിട്ടുമില്ല, നോർ ഡെസ്ട്രോയിഡ്. ഉണ്ടായിരുന്ന മാസ് എന്ത് ചെയ്തിട്ടില്ല? നശിപ്പിക്കപ്പെട്ടിട്ടുമില്ല. This law is known as law of conservation of mass, and this law was proposed by the scientist
അന്റോയിൻ ലവോസിയർ. അന്റോയിൻ ലവോസിയർ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് എന്ത് ചെയ്തത്, ഈ ലോ പ്രപ്പോസ് ചെയ്തത്. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു സ്റ്റഡി ഹൗ ടു ബാലൻസ് എ കെമിക്കൽ ഇക്വേഷൻ. നമുക്കൊരു കെമിക്കൽ ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ആ ഇക്വേഷൻ എങ്ങനെയാണ് ബാലൻസ് ചെയ്യാന്നാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഇത് കെമിസ്ട്രിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എപ്പോൾ കെമിക്കൽ ഇക്വേഷൻസ് എഴുതിയാലും ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യണം, ബാലൻസ് ചെയ്ത് എഴുതണം. അപ്പോൾ അതെങ്ങനെയാണെന്ന് പഠിക്കാൻ വേണ്ടി നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. എ പീസ് ഓഫ് മഗ്നീഷ്യം ഈസ് ബേൺഡ് ഇൻ എയർ. ഒരു മഗ്നീഷ്യത്തിന്റെ പീസ് എടുത്തിട്ട് അതിന് നമ്മൾ എയറിൽ കത്തിക്കുകയാണ്. നിങ്ങൾക്കറിയാം എന്തൊക്കെയാണ് ഇവിടുത്തെ റിയാക്റ്റൻസ്. മഗ്നീഷ്യം എയറിലാണ് കത്തുന്നത്, അപ്പോൾ അവിടെ ഓക്സിജൻ ഉണ്ട്. Mg+ ഓക്സിജൻ നമുക്ക് എന്ത് എഴുതാം, O2 എന്ന് എഴുതാം. അപ്പോൾ ഉണ്ടാവുന്ന പ്രോഡക്റ്റ് ആണ് ആര്, മഗ്നീഷ്യം ഓക്സൈഡ്. മഗ്നീഷ്യം ഓക്സൈഡിന്റെ കെമിക്കൽ ഫോർമുല MgO ആണ്. ഇനി നമ്മൾ നോക്കേണ്ടത് ഇങ്ങനെ ഒരു കെമിക്കൽ റിയാക്ഷൻ നമ്മൾ റെപ്രസെന്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെയുള്ള എല്ലാ സൈഡിലെയും നമ്പർ ഓഫ് ആറ്റംസ് നോക്കണം. നമ്പർ ഓഫ് ആറ്റംസ് ഇൻ റിയാക്ടന്റ് സൈഡ് ആൻഡ് ഓൾസോ ദ നമ്പർ ഓഫ് ആറ്റംസ് ഇൻ പ്രൊഡക്റ്റ് സൈഡ്. നോക്കിക്കേ, റിയാക്ടന്റ് സൈഡിൽ എത്ര ആറ്റംസ് ഉണ്ട്. മഗ്നീഷ്യം ആണെങ്കിൽ റിയാക്ടന്റ് സൈഡിൽ എത്രയാ, ഒരു ആറ്റമേ ഉള്ളൂ. അത് നമ്മൾ എന്ത് എഴുതി, 1 ഇവിടെ എഴുതി. അതുപോലെ ഓക്സിജൻ എന്താണ്, 2 എണ്ണം ഉണ്ട് അല്ലേ, 2 എന്നുണ്ട്, അപ്പൊ അതിവിടെ എഴുതി. ഇനി പ്രൊഡക്റ്റ് സൈഡ് നോക്കിക്കേ, ഇതാണല്ലോ പ്രൊഡക്റ്റ്. പ്രൊഡക്റ്റിൽ നോക്കിക്കേ, മഗ്നീഷ്യം 1 ആണ്, ഓക്സിജനും എന്താണ് 1 ആണ്. നമ്മൾ ഒരിക്കലും കെമിക്കൽ റിയാക്ഷൻ ഇതുപോലെ എഴുതാൻ പാടില്ല. നോക്കിക്കേ, മഗ്നീഷ്യത്തിന്റെ കേസ് നോക്കിക്കേ, റിയാക്ടന്റ് സൈഡിലും പ്രൊഡക്റ്റ് സൈഡിലും 1 ആണ്. പക്ഷെ ഓക്സിജന്റെ കേസിൽ എന്താണ്, റിയാക്ടന്റ് സൈഡിൽ 2ഉം പ്രൊഡക്റ്റ് സൈഡിൽ എന്തേ ഉള്ളൂ, 1 ഉള്ളൂ. നമ്മൾ എപ്പോഴും റിയാക്ടൻസ് എഴുതിയിട്ടുണ്ടെങ്കിലും അതേപോലെ റിയാക്ടൻസും പ്രൊഡക്ട്സിന്റെയും നമ്പർ എന്തായിരിക്കണം, ഈക്വൽ ആയിരിക്കണം ഒരു കെമിക്കൽ റിയാക്ഷനിൽ. അങ്ങനെ ഈക്വൽ ആക്കി എഴുതുന്ന പ്രോസസ്സിന് നമ്മൾ പറയുന്ന പേരാണ് ബാലൻസിങ് ഓഫ് കെമിക്കൽ ഇക്വേഷൻ. അപ്പൊ കെമിക്കൽ ഇക്വേഷൻസ് എഴുതുമ്പോൾ എന്ത് വേണം, എല്ലാ നമ്പർ ഓഫ് ആറ്റംസും ഈക്വൽ ആക്കിയിട്ട് വേണം എഴുതാൻ. നമുക്ക് എന്ത് ചെയ്യണം, ഓക്സിജന്റെ നമ്പർ ഓഫ് ആറ്റംസ് ഈക്വൽ ആക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, നമുക്ക് പ്രൊഡക്റ്റ് സൈഡിലും 2 ഓക്സിജൻ വേണമല്ലോ. അപ്പൊ ഇവിടുന്നാണ് നമ്മുടെ MgO ആണ് നമ്മുടെ ഫോർമുല അല്ലേ. ഇപ്പൊ ഈ MgOയിൽ ഇവിടെയാണ് ഓക്സിജൻ കിടക്കുന്നത്. അപ്പൊ ഓക്സിജനെ 2 ആക്കാൻ വേണ്ടി നമുക്ക് എവിടെ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ, ഈ മുന്നിലെല്ലാം ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നോക്കിക്കേ, ഓക്സിജന്റെ നമ്പർ എത്രയായി, O2 ആയി. അപ്പം റിയാക്ടന്റ് സൈഡിലും പ്രൊഡക്റ്റ് സൈഡിലും ഓക്സിജൻ ഈക്വൽ ആയി. പക്ഷെ എന്ത് പറ്റി, നമ്മൾ ഇവിടെ 2 ആഡ് ചെയ്തപ്പം മഗ്നീഷ്യം എന്തായി, 2 Mg ആയല്ലോ. നമ്മൾ എന്ത് ചെയ്യണം, മഗ്നീഷ്യത്തിനെയും കൂടി ഈക്വൽ ചെയ്യണ്ടേ. അപ്പൊ അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്തു, ഇവിടെയും 2 ആഡ് ചെയ്തു. നോക്കി, ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് എണ്ണം നോക്കാം, ഈക്വൽ ആയോ നോക്കാം. റിയാക്ടന്റ് സൈഡിലും അതുപോലെ പ്രൊഡക്റ്റ് സൈഡിലും വേണമല്ലോ. റിയാക്ടൻസ് പിന്നെ പ്രൊഡക്ട്സ് നമ്പർ നമുക്ക് ഈക്വൽ ആയോ നോക്കാം. മഗ്നീഷ്യം നോക്കിക്കേ, റിയാക്ടൻസിൽ മഗ്നീഷ്യം 2 ആണ്. അത് നമ്മൾ മഗ്നീഷ്യത്തിന്റെ സിറ്റുവേഷൻ ആണ് നോക്കുന്നത്. റിയാക്ടന്റ് സൈഡിൽ 2, പ്രൊഡക്റ്റ് സൈഡിലും 2 തന്നെ. ദെൻ ഇൻ ദ കേസ് ഓഫ് ഓക്സിജൻ, ഓക്സിജന്റെ കേസിൽ എന്താണ്, റിയാക്ടന്റ് സൈഡിലും 2, പ്രൊഡക്റ്റ് സൈഡിലും 2. ഇപ്പൊ എന്തായി, ഇപ്പൊ എല്ലാ സൈഡിലും ആറ്റത്തിന്റെ എണ്ണം എന്തായി, ഈക്വൽ ആയി. ഇങ്ങനെ കെമിക്കൽ റിയാക്ഷൻസിന് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, ബാലൻസിങ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയാം. അങ്ങനെ എഴുതിയ കെമിക്കൽ റിയാക്ഷൻ ആണ് ഇത്. കണ്ടോ, 2Mg+ O2 gives 2MgO. This reaction is known as balanced chemical reaction. ഇങ്ങനെ ചെയ്ത ഒരു കെമിക്കൽ റിയാക്ഷന് നമ്മൾ പറയുന്ന പേരാണ് എന്ത്, ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ. ബാലൻസ്ഡ് ആയിട്ടുള്ള കെമിക്കൽ ഇക്വേഷൻ എന്നാണ് ഈ ഇക്വേഷൻസിന് പറയാം. So what do you mean by balancing of chemical equation? Equalizing the number of atoms of each element in molecules in the reactant side and that in the product side is called balancing of equation. അത് റിയാക്ടന്റ് സൈഡിലുള്ളതും അതുപോലെ പ്രൊഡക്റ്റ് സൈഡിലുള്ള ആറ്റത്തിന്റെ എല്ലാം എന്താണ്, നമ്പർ ഓഫ് ആറ്റംസ് നമ്മൾ ഈക്വൽ ആക്കണം. കുറെ മോളിക്യൂൾസ് ഉണ്ടാവല്ലോ, ഓരോ മോളിക്യൂളിലെയും നമ്പർ ഓഫ് ആറ്റംസിന് ഈക്വൽ ആക്കുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് ബാലൻസിങ് ഓഫ് കെമിക്കൽ ഇക്വേഷൻ. ആൻഡ് ദ ഇക്വേഷൻ ഈസ് നോൺ ആസ് എ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ. ആ ഇക്വേഷന് നമ്മൾ എന്ത് പറയും, ബാലൻസ്ഡ് ആയ ഒരു കെമിക്കൽ ഇക്വേഷൻ ആണെന്ന് പറയും. നമ്മൾ എപ്പോഴും കെമിസ്ട്രിയിൽ കെമിക്കൽ ഇക്വേഷൻസ് എഴുതുമ്പം എങ്ങനെ എഴുതണം, ബാലൻസ്ഡ് ചെയ്ത് വേണം എഴുതാൻ. Let's take one more example. Zinc plus HCl gives ZnCl2 plus H2. സിങ്കും ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിലുള്ള ഒരു കെമിക്കൽ റിയാക്ഷൻ ആണ് നമ്മൾ നോക്കുന്നത്. അവർ തമ്മിൽ റിയാക്ട് ചെയ്തിട്ട് എന്തുണ്ടാവുന്നു, സിങ്ക് ക്ലോറൈഡും അതുപോലെ ആരും ഉണ്ടാവുന്നു, ഹൈഡ്രജനും ഉണ്ടാകുന്നു. പിന്നെ നോക്കേണ്ടത് എന്താണ്, ഈ ഇക്വേഷൻ ബാലൻസ്ഡ് അല്ല. നമുക്ക് എന്ത് ചെയ്യണം, നമ്പർ ഓഫ് ആറ്റംസ് നോക്കാം ആദ്യം. നോക്കിക്കേ, റിയാക്ടന്റ് സൈഡിൽ സിങ്ക് 1 ആണ്, ദെൻ പ്രൊഡക്റ്റ് സൈഡിലും സിങ്ക് 1 ആണ്. ദെൻ ഹൈഡ്രജൻ റിയാക്ടന്റ് സൈഡിൽ 1, പ്രൊഡക്റ്റ് സൈഡിൽ നോക്കിക്കേ 2 ആണ്. ഇതല്ലേ പ്രൊഡക്റ്റ് സൈഡ്, ഇതാണ് 2. നോക്കിക്കേ, ക്ലോറിൻ റിയാക്ടന്റ് സൈഡിൽ എന്താണ്, 1 ആണ്. ദെൻ പ്രൊഡക്റ്റ് സൈഡിൽ എത്തിയപ്പോഴത്തേക്ക് എന്തായി, ZnCl2 ലാണുള്ളത്, അപ്പൊ 2 ആയി.
നമ്മൾ എന്തിനൊക്കെ കാര്യങ്ങൾ നോക്കണം? ഹൈഡ്രജന്റെ കേസിൽ എന്താണ്? നമ്പർ ഓഫ് ആറ്റംസ് ഡിഫറെന്റ് ആണ്. ആൻഡ് ഇൻ ദ കേസ് ഓഫ് ക്ലോറിൻ ഓൾസോ നമ്പർ ഓഫ് ആറ്റംസ് ആർ ഡിഫറെന്റ്. ഇപ്പൊ എന്ത് ചെയ്യണം? ഹൈഡ്രജന്റെയും ക്ലോറിന്റെയും നമ്പർ ഓഫ് ആറ്റംസ് ഈക്വൽ ആക്കണം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു നോക്കാം. നമ്മൾ ഇക്വേഷൻ ഒന്നും കൂടി എഴുതി. Zn plus HCl gives ZnCl2 plus H2. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇനി എന്ത് ചെയ്യണം? റിയാക്ടൻ സൈഡിലും പ്രോഡക്റ്റ് സൈഡിലും ഈക്വൽ ആക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു? ഹൈഡ്രജനും ക്ലോറിനും ആണല്ലോ 2 ആക്കേണ്ടത്. അത് ഏത് സൈഡിലാക്കണം? റിയാക്ടൻ സൈഡിലാക്കണം. അപ്പൊ ഇവിടെയാണ് ഹൈഡ്രജനും ക്ലോറിനും ഉള്ളത്. അപ്പൊ അതിനുവേണ്ടി എന്ത് ചെയ്തു? അതിന് മുമ്പിൽ ഒരു 2 കൊടുത്തു. അപ്പൊ നോക്കിക്കേ, 2 കൊടുത്തതിനപ്പോൾ എന്ത് പറ്റി? ഹൈഡ്രജന്റെ എണ്ണം 2 ആയി, അതുപോലെ ക്ലോറിന്റെ എണ്ണം 2 ആയി. ഇനി ഇപ്പൊ നോക്കാം നമ്മുടെ ഇക്വേഷൻ. അപ്പൊ ഇങ്ങനെ 2 ആഡ് ചെയ്തതിന് ശേഷം നോക്കിക്കേ, സിങ്കിന്റെ എണ്ണം 1 1 തന്നെ. ഹൈഡ്രജന്റെ എണ്ണം നോക്കിക്കേ, റിയാക്ടൻ സൈഡിൽ എന്തായി? 2 ആയി. പ്രൊഡക്റ്റ് സൈഡിൽ ഓൾറെഡി 2 ആണ്. ക്ലോറിന്റെ എണ്ണം നോക്കിക്കേ, റിയാക്ടൻ സൈഡിൽ 2 നമ്മളാക്കി, അതുപോലെ പ്രൊഡക്റ്റ് സൈഡിൽ ഓൾറെഡി 2 ആണ്. ഇപ്പൊ എന്തായി? നമ്പർ ഓഫ് ആറ്റംസ് എല്ലാ സൈഡിലും ഈക്വൽ ആയി. സോ നമ്മുടെ ഫൈനൽ ഇക്വേഷൻ നോക്കിക്കേ, Zn plus 2HCl gives ZnCl2 plus H2. ഇതോടെ നമ്മുടെ ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്തു? ബാലൻസ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ കേട്ടിരിക്കാതെ എന്ത് ചെയ്യുക? എല്ലാ ഇക്വേഷൻസും എൻ്റെ കൂടെ തന്നെ എഴുതി നോക്കുക. ബാലൻസ് ചെയ്യുന്നത് മനസ്സിലാവുന്നുണ്ടോ നോക്കുക. നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് ടെക്സ്റ്റ് ബുക്കിലെ ഒരു ആക്ടിവിറ്റി ആണ്. സം കെമിക്കൽ ഇക്വേഷൻസ് ആർ ഗിവൺ ബിലോ. നോട്ട് ഡൗൺ ദ നമ്പർ ഓഫ് റിയാക്ടന്റ് ആറ്റംസ് ആൻഡ് ദാറ്റ് ഓഫ് പ്രൊഡക്റ്റ് ആറ്റംസ് ഇൻ ദ ടേബിൾ ഗിവൺ ബിലോ. കുറച്ച് കെമിക്കൽ റിയാക്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. ആ ഇതിലെ നമ്പർ ഓഫ് ആറ്റംസ് നമുക്ക് എഴുതണം. അപ്പൊ നമുക്ക് എന്തുകൂടി ചെക്ക് ചെയ്യാം? ഇക്വേഷൻസ് ബാലൻസ്ഡ് ആണോ നോക്കാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? അല്ലാത്ത ഇക്വേഷൻസ് നമുക്ക് ബാലൻസ് ചെയ്യാം. ഫസ്റ്റ് നോക്കിക്കേ, C+O2 gives CO2. അപ്പൊ ഇവിടുത്തെ റിയാക്ടൻസ് ആരൊക്കെയാണ്? കാർബണും ഓക്സിജനുമാണ്. പ്രൊഡക്റ്റ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. നോക്കിക്കേ, ഇത് ഓൾറെഡി എഴുതിയിട്ടുണ്ട്. കാർബണിന്റെ നമ്പർ ഓഫ് ആറ്റംസ് നോക്കിക്കേ, റിയാക്ടൻ സൈഡിൽ 1ഉം ഓക്സിജന്റേത് 2 ആണ്. ദെൻ ഇൻ ദ കേസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് നമ്പർ ഓഫ് ആറ്റംസ് കാർബണിൽ നോക്കിക്കേ 1 ആണ്, ഓക്സിജനിൽ എന്താണ്? 2 ആണ്. അതായത് രണ്ട് സൈഡിലും എന്താണ്? നമ്പർ ഓഫ് ആറ്റംസ് ഈക്വൽ ആണ്. സോ ഈ റിയാക്ഷൻ എന്താണ്? ഒരു ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ആണ്. ദെൻ നെക്സ്റ്റ് ഇക്വേഷൻ നോക്കിക്കേ, N2 plus H2 gives NH3. ഇപ്പൊ ഇവിടെ നോക്കിക്കേ, നൈട്രജനും ഹൈഡ്രജനുമാണ് എന്ത്? റിയാക്ടൻസ്. നൈട്രജന്റെ നമ്പർ റിയാക്ടൻ സൈഡിൽ 2 ആണ്. ദെൻ ഹൈഡ്രജൻ ആണ് അടുത്ത റിയാക്ടൻ, അതിന്റെ നമ്പർ 2 ആണ്. ദെൻ ഇൻ ദ കേസ് ഓഫ് അമോണിയ, NH3 എന്ന് പറയുന്നത് അമോണിയ ആണ്. അമോണിയയിൽ നൈട്രജന്റെ നമ്പർ എന്ന് പറയുന്നത് 1 ആണ്. ദെൻ ഹൈഡ്രജന്റെ നമ്പർ എന്താണ്? 3 ആണ്. അടുത്ത ഇക്വേഷൻ നോക്കിക്കുക. അപ്പം ഈ ഇക്വേഷൻ എന്തെല്ലാം? ഹൈഡ്രജന്റെ നമ്പറിൽ എന്താണ്? ഡിഫറൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത് എന്തല്ല? ബാലൻസ്ഡ് ഇക്വേഷൻ അല്ല. ദെൻ മൂന്നാമത്തെ ഇക്വേഷൻ നോക്കിക്കേ, തേർഡ് ഇക്വേഷൻ. തേർഡ് ഇക്വേഷൻ എന്താണ്? 2H2O2 gives 2H2O plus O2. അപ്പൊ ഇവിടുത്തെ റിയാക്ടൻസ് ആരൊക്കെയാണ്? ഹൈഡ്രജനും ഓക്സിജനുമാണ് റിയാക്ടൻസ്. നോക്കിക്കേ, ഹൈഡ്രജന്റെ നമ്പർ എത്രയാണ്? 2 × 2 4 ആണ്. ഓക്സിജനും അതുപോലെ 2 × 2 4 ആണ്. ദെൻ പ്രൊഡക്റ്റ് സൈഡിൽ നോക്കിക്കേ, ഹൈഡ്രജന്റെ എത്രയാണ്? 2H2Oയിൽ ഹൈഡ്രജൻ ഉണ്ട് അല്ലേ? അപ്പൊ അവിടെ ഹൈഡ്രജന്റെ നമ്പർ എന്ന് പറയുന്നത് 2 × 2 4 ആണ്. ദെൻ ഓക്സിജൻ നോക്കിക്കേ, ഓക്സിജൻ ഇവിടെ 2 O ഉണ്ട്, ഇവിടെയും O2 ഉണ്ട്. അപ്പൊ 2 + 2 4. അതായത് റിയാക്ടൻ സൈഡിലും പ്രൊഡക്റ്റ് സൈഡിലും നമ്പർ ഓഫ് ആറ്റംസ് ഈക്വൽ ആണ്. സോ ദിസ് വൺ ഓൾസോ ഈസ് എ ബാലൻസ്ഡ് ഇക്വേഷൻ. ദെൻ ഫോർത്ത് വൺ, SO2 plus O2 gives SO3. അപ്പൊ ഇവിടുത്തെ റിയാക്ടൻസ് എന്താണ്? സൾഫർ ഉണ്ട്. അപ്പൊ സൾഫറിൽ നോക്കിക്കേ, നമ്പർ ഓഫ് ആറ്റംസ് 1 ആണ്. ദെൻ ഓക്സിജൻ നോക്കിക്കേ, 2 + 2 4. ദെൻ പ്രോഡക്റ്റ് SO3 ആണ്. SO3യിൽ സൾഫർ 1, ദെൻ ഓക്സിജൻ 3. അപ്പൊ ഇവിടെയും എന്താണ്? നമ്പർ ഓഫ് ആറ്റംസ് ഡിഫറെന്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇത് എന്തല്ല? ബാലൻസ്ഡ് ആയ ഇക്വേഷൻ അല്ല. ദെൻ ലാസ്റ്റ് ഇക്വേഷൻ, BaCl2 plus H2SO4 gives BaSO4 plus 2HCl. നോക്കിക്കേ, ബേരിയം ഉണ്ട്. ബേരിയം റിയാക്ടൻ സൈഡിൽ 1 ആണ്. ക്ലോറിൻ നോക്കിക്കേ, റിയാക്ടൻ സൈഡിൽ 2. ഹൈഡ്രജൻ റിയാക്ടൻ സൈഡിൽ 2. ദെൻ SO4 ആണ്. SO4 നോക്കിക്കേ, റിയാക്ടൻ സൈഡിൽ 1. ദെൻ പ്രൊഡക്റ്റ് സൈഡിൽ നോക്കിക്കേ, ബേരിയം 1 തന്നെയാണ്. ദെൻ SO4 1. ദെൻ ഹൈഡ്രജൻ 2, HCl അല്ലേ 2. ദെൻ ക്ലോറിൻ 2. നോക്കിക്കേ, എല്ലാത്തിൻ്റെ നമ്പറും ഈക്വൽ ആണ്.
So last equation also is a balanced chemical equation. അപ്പോൾ നമുക്ക് രണ്ട് ഇക്വേഷൻസ് കിട്ടി. അതായത് 2ഉം അതുപോലെ 4ഉം എന്തല്ല ബാലൻസ്ഡ് അല്ല. അപ്പോൾ ആ ഇക്വേഷൻസ് നമുക്ക് എന്ത് ചെയ്ത് നോക്കാം? ബാലൻസ് ചെയ്ത് എഴുതി നോക്കാം. Balanced equations which are unbalanced. First equation N2 plus H2 gives NH3. ഇതായിരുന്നു നമ്മുടെ ഫസ്റ്റത്തെ ഇക്വേഷൻ. നമുക്ക് എന്ത് ചെയ്യണം? നമ്പർ ഓഫ് ആറ്റംസ് നോക്കിക്കേ. 2ഉം 2 ആണ്. അപ്പോൾ പ്രൊഡക്റ്റ് സൈഡിലായപ്പോൾ എന്താണ്? 1ഉം 3ഉം ആയി. നമുക്ക് എന്ത് ചെയ്യാം? ബാലൻസ് ചെയ്യാം. അപ്പം അതിനുവേണ്ടി ഇവിടെ നൈട്രജൻ ആദ്യം എന്താക്കണം? റിയാക്ടൻ സൈഡിൽ 2 ഉണ്ടല്ലോ. അപ്പോൾ പ്രൊഡക്റ്റ് സൈഡിൽ 2 ആക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു? ഇവിടെ 2 ആഡ് ചെയ്യുന്നു. 2 ആഡ് ചെയ്യാൻ നമുക്ക് ഇവിടെയല്ലേ പറ്റുള്ളൂ. അപ്പം നോക്കിക്കേ, 2 NH3 ആക്കി. ഇപ്പം നൈട്രജന്റെ കേസിൽ എന്തായി? 2 ആയി. ഇപ്പം നൈട്രജൻ സൈഡ് ഈക്വൽ ആയി. പക്ഷെ നമ്മൾ നൈട്രജൻ ചെയ്യുമ്പം ഈ 2 ഏതിനും കൂടെ ബാധകമാണ്? ഈ ഹൈഡ്രജനും കൂടെ ബാധകമാണല്ലോ. അപ്പൊ 2 × 3 6 ആയി അല്ലെ. ഹൈഡ്രജന്റെ കേസിൽ 2 × 3 6 ആയി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? റിയാക്ടൻ സൈഡിലും 6 ആക്കണം. 2 ഓൾറെഡി ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ 3 ഇട്ട് കൊടുക്കാം. 3H2. അപ്പൊ 3 × 2 എന്തായി? 6 ആയി. ഇവിടെയും 6, ഇവിടെയും 6. അപ്പൊ എല്ലാ ആറ്റംസിനെയും നമ്മൾ എന്ത് ചെയ്തു? ഈക്വലൈസ് ചെയ്തു. നമ്മളെ ഫൈനൽ ഇക്വേഷൻ എന്താ നോക്കിക്കേ. ഫൈനൽ ഇക്വേഷൻ എന്താണ്? N2 plus 3H2 gives 2NH3. ഇതാണ് നമ്മുടെ ഫൈനൽ ആയിട്ടുള്ള ബാലൻസ് ചെയ്ത കെമിക്കൽ ഇക്വേഷൻ. നമുക്കൊരു ഇക്വേഷനും കൂടി ഉണ്ടല്ലോ. SO2 plus O2 gives SO3. ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ഇക്വേഷൻ. ഈ ഇക്വേഷനിൽ നോക്കിക്കേ, സൾഫറിന്റെ എണ്ണം എന്താണ്? SO2 plus O2 gives SO3. കുറച്ചും കൂടെ വലുതാക്കിയെന്നുള്ളൂ. നോക്കിക്കേ, സൾഫർ 1, പ്രൊഡക്റ്റ് സൈഡിൽ 1 ആണ്. ഓക്സിജൻ നോക്കിക്കേ, 2 + 2 4 ഉണ്ട്. പ്രൊഡക്റ്റ് സൈഡിൽ എന്താണ്? 3 ഉള്ളൂ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? പ്രൊഡക്റ്റ് സൈഡിൽ ആദ്യം കൂട്ടണം. അപ്പൊ അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ 2 ഇട്ട് കൊടുക്കാം അല്ലേ. 2 ഇട്ട് കൊടുത്തപ്പോൾ എന്തായി? 2 × 3 6 ആയി ഓക്സിജൻ. അതുപോലെ സൾഫർ എന്തായി? 2 ആയല്ലോ. അപ്പൊ അതിനെ സൾഫറിനെ 2 ആക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്തു? ഇവിടെ 2 ഇട്ട് കൊടുത്തു. നോക്കിക്കേ, സൾഫർ രണ്ട് സൈഡിലും എന്തായി? 2 ആയി, ഈക്വൽ ആയി. ഇനി ഓക്സിജൻ എത്ര എണ്ണായി നോക്കിക്കേ. 2 × 2 4 ആയി. 4 + 2 എത്രയായി? 6 ആയി ഓക്സിജൻ. അതുപോലെ 2 × 3 എത്രയാണ്? 6 ആണ്. ഇവിടെ എന്ത്? പ്രൊഡക്റ്റ് സൈഡിലും ഓക്സിജന്റെ എണ്ണം 6 ആയി. അപ്പൊ റിയാക്ടൻ സൈഡിലും എന്തായി? പ്രൊഡക്റ്റ് സൈഡിലും നമ്പർ ഓഫ് ആറ്റംസ് ഈക്വൽ ആയി. നമ്മുടെ ഫൈനൽ ഇക്വേഷൻ നോക്കിക്കേ, 2SO2 plus O2 gives എന്ത്? 2SO3. ഇതാണ് നമ്മളെ ബാലൻസ് ചെയ്ത ഫൈനൽ ഇക്വേഷൻ. അപ്പൊ ഈ വീഡിയോയിൽ ഇത്രയും മാത്രം. നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞ എല്ലാ ടോപ്പിക്സും മനസ്സിലായി ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സോ അതുപോലെ കൂടുതൽ എന്തെങ്കിലും ടോപ്പിക്സോ വേണമെങ്കിൽ കമന്റ് വഴി ഞങ്ങളെ അറിയിക്കാം. അതുപോലെ തന്നെ ചാനലിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോസ് എല്ലാം കാണുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ഞങ്ങളോട് പറയാൻ മറക്കരുത്. കൂട്ടുകാർക്കൊക്കെ ഷെയറും ചെയ്തു കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് വളരെയധികം അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ ആരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. Thank you for watching. Have a wonderful day.